വന്യജീവി സംഘർഷത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് വനം, ധനകാര്യം, തദ്ദേശ സ്വയംഭരണം, വൈദ്യുതി, റവന്യൂ, ആരോഗ്യം, ജലസേചന വകുപ്പ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഇതുവരെ സ്വീകരിച്ച നടപടികൾ യോഗം അവലോകനം ചെയ്യും. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത, അടിക്കടി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ, ജീവനുകൾ പൊലിയുന്നു. അതിന് പിന്നാലെ ഈ യോഗങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുമുണ്ട്. ഇതും പ്രഹസനമാകുമോ എന്നാണ് അറിയേണ്ടത്. ഒപ്പം ശാശ്വതമായ പരിഹാരം ഇതിലുണ്ടാകുമോ, ഈ യോഗത്തിൽ ഉണ്ടാകുമോ എന്നും ഉള്ള കാര്യവും നോക്കിക്കാണേണ്ടതല്ലേ? അങ്ങനെ തന്നെയാണ് രജനി. ഇന്ന് ഉച്ചയ്ക്ക് 3:30-ക്കാണ് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ഇത്തരമൊരു യോഗം നടക്കുന്നത്. മുഖ്യമന്ത്രി, വനം വകുപ്പ് മന്ത്രി, തദ്ദേശം, റവന്യൂ തുടങ്ങിയിട്ടുള്ള വിവിധ വകുപ്പ് മന്ത്രിമാർ, വനം വകുപ്പ് മേധാവി അടക്കമുള്ള ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറി തുടങ്ങി വനം വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥർ, സംസ്ഥാന പോലീസ് മേധാവി, ദുരന്ത നിവാരണ വകുപ്പ് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ എന്നിവരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും. ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തികൾ, അതിൻ്റെ വിലയിരുത്തലുകൾ എന്നിവയാണ് പ്രധാനമായിട്ടും ഈ യോഗത്തിൻ്റെ അജണ്ടയായി കാണുന്നത്. എന്തായാലും എക്കാലത്തും ഇത്തരം അവലോകന യോഗങ്ങൾ നടക്കാറുണ്ട്. കാര്യമായിട്ടുള്ള പക്ഷേ ഗുണമൊന്നും ഈ പറയുന്ന രീതിയിൽ വനയോര മേഖലകളിൽ താമസിക്കുന്ന വന്യജീവി ആക്രമണത്തിന് ഇരയാക്കുന്ന മനുഷ്യർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഈ കാലങ്ങളായി ഈ വന്യജീവി പ്രശ്നം കേരളത്തിൻ്റെ മലയോര മേഖലകളിലൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. വന്യജീവികൾ കാടിറങ്ങി വരുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി അത് കൂടുന്നു. ഈ വന്യജീവി ആക്രമണത്തിൻ്റെ ഇടവേളകൾ കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്ന കാര്യം. കൂടുതൽ മൃഗങ്ങൾ വനയോര മേഖലകളിലേക്ക്, ഉൾക്കാട്ടിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങൾക്ക് അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അടിക്കടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും കാര്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ വനം വകുപ്പ് ഒരു അനങ്ങാപ്പറ നയമൊക്കെ സ്വീകരിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ കുറേ കാലമായി ഈ വന്യജീവി ആക്രമണം തടയാൻ വേണ്ടി സർക്കാർ ചെലവഴിച്ച കോടികൾ വൃഥാവിലായിപ്പോയി എന്നുള്ള ആരോപണങ്ങളും വാർത്തകളുമൊക്കെ പുറത്തു നിൽക്കുന്ന സമയത്തോടു കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു യോഗം ചേരുന്നത് എന്നുള്ളതാണ്. ഈ വന്യജീവി ആക്രമണങ്ങളിൽ വയനാട്ടിലുമൊക്കെ അടുത്തിടെ ഇത്രയധികം ആളുകൾ മരിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഇത്തരം ഒരു അവലോകന യോഗം ചേരുന്നതെന്നതും ശ്രദ്ധേയമാണ്. അതും ഈ വീഴ്ചകളുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ പദ്ധതികളെ പറ്റിയൊക്കെ പറയുമ്പോൾ സർക്കാർ വിലയിരുത്താൻ പോകുന്ന പദ്ധതികളുടെ അവസ്ഥയൊക്കെ പരിതാപകരമാണെന്ന് പറയേണ്ടി വരും. കാരണം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലയിടങ്ങളിലായി നിർമ്മിച്ചിട്ടുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് അടക്കമുള്ളവ തകർന്നു കിടക്കുന്നു. അതിൽ നേരത്തെ ഉണ്ടായവ പലതും ഈ പറയുന്ന രീതിയിൽ ഒന്നെങ്കിൽ കാലപ്പഴക്കം കൊണ്ട്, അല്ലെങ്കിൽ വന്യജീവികളുടെ ആക്രമണത്തിനിടയിൽ തന്നെ നശിച്ചു പോയവയാണ്. അതോടൊപ്പം ചിലത് മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതും നശിച്ചിരിക്കുന്നു. പലയിടത്തും ഈ കിടങ്ങുകളൊക്കെ നികന്നു പോയ സാഹചര്യമുണ്ട്. ആനമതിലുകളൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ട്. പലയിടത്തും ഈ വന്യജീവി സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള പ്രതിരോധ നടപടികൾക്ക് നേതൃത്വം നൽകേണ്ട ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ വനം വകുപ്പിൽ ഇല്ലാത്തൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. വാഹനങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ബാധിക്കുന്നുണ്ട്. ഉള്ള വാഹനങ്ങൾക്ക് ഇന്ധനമടിക്കാൻ പണമില്ലാത്തതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. അങ്ങനെ വന്യജീവി ആക്രമണം തടയാൻ, അതിന് പ്രതിരോധിക്കാൻ നേതൃത്വം നൽകേണ്ട സംസ്ഥാന വനം വകുപ്പ് പോലും കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനങ്ങളുടെ പട്ടികയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രീതിയിലാണ് പോകുന്നത്. ഇത് പരിഹരിക്കാൻ ആവശ്യത്തിന് സാമ്പത്തിക സഹായം സംസ്ഥാന സർക്കാർ നൽകുന്നുമില്ല എന്നുള്ളൊരു വിഷയം കൂടി നിലനിൽക്കുന്നു. അപ്പോൾ നേരത്തെ തന്നെ നടപ്പിലാക്കിയ പദ്ധതികളുടെ അവലോകനത്തിന് അല്ല സംസ്ഥാന സർക്കാർ നിലവിൽ ഒരു പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമായി ഈ മലയോര മേഖലകളിൽ താമസിക്കുന്ന എല്ലാവരും ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ശാശ്വതമായൊരു നടപടിക്രമങ്ങൾ ഉണ്ടാകണം, ശാശ്വതമായൊരു നയം ഇതിന് രൂപീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ആവശ്യമായി ഉയരുന്നത്. രജനി.